നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര അവണങ്ങാട്ടിൽ കളരിയിലെ വെള്ളാട്ട് ഉത്സവത്തിന് ഞായറാഴ്ചയോടെ സമാപനം. യുവാവിനെ മർദ്ദിച്ച സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂരിക്കുഴി കമ്പനിക്കടവിൽ മിനി ഹാർബറിന് സാധ്യതയേറുന്നു. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകര അവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് ഉത്സവം ആഘോഷിച്ചു. ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ വെള്ളിയാഴ്ച തായമ്പക പഞ്ചരത്ന കീർത്തനാലാപനം, സന്ധ്യയ്ക്ക് ദീപാരാധന, തുടർന്ന് എഴുന്നള്ളിപ്പ്, വിഷ്ണുമായ ചരിത്രം, ചാക്യാർകൂത്ത് എന്നിവ നടന്നു. ശനിയാഴ്ച എഴുന്നള്ളിപ്പിന് ശേഷം കോഴിക്കോട് മയൂര അക്കാദമിയുടെ നാട്യമയാർപ്പണം അരങ്ങേറി. ഞായറാഴ്ച എഴുന്നള്ളിപ്പിന് ശേഷം സർവതോഭദ്രം കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന വിഷ്ണുമായ പുരാണം, കഥകളി, ദീപാരാധനയ്ക്ക് കേളി, കൊമ്പ്, നാദസ്വരം, തായമ്പക, മദ്ദളകേളി, അഷ്ടപതി എന്നിവയാണ് ചടങ്ങുകൾ. എഴുന്നള്ളിപ്പിന് കുറത്തിയാട്ടം, കാവടിയാട്ടം, മയൂര നൃത്തം, പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയാണ് അകമ്പടിയാകുന്നത്. ഉത്സവ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു വരുന്നത്. നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ അതിപ്രാധാന്യമുള്ള പോണല്ലൂർ ദേശത്തെ ശ്രീ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദിഗരുഡ പ്രഥമ പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഏറ്റുവാങ്ങി. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. എന്നെയും അംഗീകരിച്ചു എന്നുള്ളൊരു മുദ്രയാണ് ഈ പുരസ്കാരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി പ്രയത്നിച്ച ശ്രീ രഞ്ജിത്ത് എൻ്റെ ഇപ്പോൾ ഞാനും
ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീണ്ടും വൈകാരികമാവുകയാണ്. എങ്കിൽ തന്നെയും ആ ഒരു പുരസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഭഗവാനോട് എത്ര നന്ദി. ഈ കുന്നൊക്കെ കുറവ് കയറി ഇറങ്ങുമ്പോഴും ഇങ്ങനൊരു പുരസ്കാരത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാരവാഹികൾ ഇൻക്ലൂഡിങ് രഞ്ജിത്ത് അടക്കമുള്ളവർക്ക് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലയെ സ്നേഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റേജിൽ നിന്ന് മാറുകയാണ്. ഒരുപാട് 40 വർഷമായി ഓട്ടൻതുള്ളൽ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായ ഗോപിനാഥിൻ്റെ ഇത്രയും കാലത്തെ കലാപ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. തുടർന്ന് വേദിയിൽ വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. കണ്ടശങ്കടവ് വിളക്കുങ്കൽ മുതൽ വടക്കേക്കാരമുക്ക് വരെയുള്ള റോഡ് അപകടാവസ്ഥയിൽ. വളവുകളോട് ചേർന്നുള്ള ട്രാൻസ്ഫോമറുകളിൽ സ്ഥാപിച്ച ഇരുമ്പ് ഗ്രില്ലുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നതാണ് അപകടക്കെണിയാകുന്നത്. ഇരുചക്ര വാഹനക്കാരും വലിയ വാഹനങ്ങളും ഇതിൽ തട്ടി അപകട സാധ്യതയുണ്ട്. ഈ റോഡിലെ കാനകൾ പലതും സ്ലാബിട്ട് മൂടാതെ തുറന്നു കിടക്കുകയാണ്. ഇതുമൂലം റോഡിൻ്റെ വീതിയും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. കാനകൾ തുറന്നുകിടക്കുന്നതിനാൽ തിരക്കേറിയ റോഡിൽ കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാനും ആകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ശ്രീനാരായണപുരം അഞ്ചങ്ങാടിയിൽ മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ചവശനാക്കിയ കേസിൽ 3 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറ് വെമ്പല്ലൂർ സ്വദേശി പനങ്ങാട്ട് വീട്ടിൽ ഗോകുൽ, മുള്ളൻ ബസാർ സ്വദേശി പടിയത്ത് വീട്ടിൽ ശ്രീശാന്ത്, എടവിലങ്ങ് സ്വദേശി കാരഞ്ചേരി സ്വദേശി ബാലു എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച അഞ്ചങ്ങാടി ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ ഇരുന്ന് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് കതിയാളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുതുകുളത്ത് വീട്ടിൽ നൗഫലിനെയാണ് ഇവർ മർദ്ദിച്ചത്. ഇതിൽ ഗോകുൽ കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷനുകളായി 4 കേസുകളിലും ബാലു കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളിലും പ്രതിയാണ്. മതിലകം ഇൻസ്പെക്ടർ MK ഷാജിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, ഫ്രാൻസിസ്, റിജി, സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും. വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ 2 ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളുമാണ് പ്രതിഷേധത്തിന് കാരണം. സെന്ററിന് കിഴക്കേ ഭാഗത്തുള്ളവർക്ക് സർവീസ് റോഡിലെത്താനും ബസ്സിൽ കയറാനും യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. ബസ് ഇറക്കുന്ന ഭാഗത്തെ 6 അടിയോളം ആഴമുള്ള കാനയുടെ ഭാഗം മൂടി സുരക്ഷിതമാക്കിയിട്ടുമില്ല. ഇവിടെ ഇരുമ്പ് കുറ്റികളും ഷീറ്റുകളും ഉള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ്. എല്ലാ ഭാഗങ്ങളും അടച്ചതിനാൽ 1 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞു വേണം നാട്ടുകാർക്ക് സ്റ്റോപ്പിലെത്താൻ. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. ആളുകളായിട്ട് ഈ ശിവാലയ കമ്പനി ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആകെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥ കിഴക്കുന്നുള്ള ഒരാൾക്ക് പടിഞ്ഞാട്ട് കടന്നു വരണമെങ്കിൽ അപകടം നിറഞ്ഞ കുഴികളും അതുപോലെ കുണ്ടുകളും അതുപോലെ അപകടം നിറഞ്ഞ പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരാൾക്ക് ആരോഗ്യവാനായ ഒരാൾക്ക് പോലും കടക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് ഇപ്പോൾ ഈ ഇത്തരം 2 ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ 3-4 അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. കൂടാതെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാനയുടെ ഇപ്പുറത്തുള്ള ഭാഗം വലിയ കുഴി, വണ്ടികൾ പൂർണ്ണമായിട്ട് 2 വണ്ടികൾ പോകുമ്പോൾ ആ കുഴിയിലും ആളുകൾക്ക് വീണ് അപകടം പറ്റാനുള്ള സാധ്യത.
പഞ്ചായത്ത് അംഗം CJ പോൾസൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, KS സജീവൻ, PA നസീമുദ്ദീൻ, TK ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ET ടൈസൺ MLA സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നാട്ടിക 4-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. വെള്ളാഞ്ചേരി പ്രസാദിന്റെ വസതിയിൽ നടന്ന കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. മുൻകാല KSU നേതാവ് ബിനോയ് തോട്ടുപുര മുഖ്യ അതിഥിയായിരുന്നു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VD സന്ദീപ്, ജനറൽ സെക്രട്ടറി CS മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാനിഷ് K രാമൻ, വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ DCC ജനറൽ സെക്രട്ടറി ത്രിവർണ്ണ ഷാൾ അണിയിച്ചുകൊണ്ട് ആദരിച്ചു. കണ്ടശങ്കടവ് മാമ്പിള്ളി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംയുക്തമായി നടത്തിയ 13ാമത് വാർഷികാഘോഷവും എടത്തറവേലയും വർണ്ണാഭമായി. ശനിയാഴ്ച രാവിലെ കാളി ഹോട്ടൽ പരിസരത്തു നിന്നും ശിങ്കാരിമേളം, പൂക്കാവടി, വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്ര ഉച്ചയോടെ എടത്തറ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ആഷിഖ്, സെക്രട്ടറി ശരണദാസ്, ട്രഷറർ അമൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പടിയം 10-ാം വാർഡിൽ ജനവാസ മേഖലയിലെ മാലിന്യ സംഭരണ സംസ്കരണ പദ്ധതിക്കെതിരെ നാട്ടുകാരുടെ കൂട്ടായ്മയായ പരിസ്ഥിതി സംരക്ഷണ സമിതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് BJP അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ജാഥ നടത്തി. BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുളിക്കന്തറയെ, സംരക്ഷണ സമിതി കൺവീനർ PK ഭാസ്കരൻ, BJP അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ഷൈജു പള്ളിയിൽ, ഗിരിജൻ മഠത്തിൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്, ഒരു സംസ്ഥാനമാണ് നമ്മളുടേത്. കാരണം നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ, അപ്പോൾ സാമ്പത്തികമായിട്ട് ആളുകൾ ഉയർന്നു വരികയാണ്. അതിനനുസരിച്ച് അവരുടെ ഉപഭോഗം വളർന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും നാട് വളരുമ്പോൾ, നാട്ടിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയരുമ്പോൾ മാലിന്യവും അതിനനുസരിച്ച് വളരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ മാലിന്യം വളരെ ഫലപ്രദമായ രീതിയിൽ സംസ്കരിക്കാനുള്ള ആധുനിക മാർഗങ്ങൾ നമ്മളുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളത് വളരെ നഗ്നമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മണ്ഡലം പ്രസിഡന്റ് റിനി മാണി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗോകുൽ കരിപ്പിള്ളി, ബിജു അണ്ടയടത്ത്, രാമചന്ദ്രൻ നെല്ലാട്ട്, ദീപേഷ് മുടവങ്ങാട്ടിൽ, വേലായുധൻ പുതുശ്ശേരി, ബാലൻ വാലപ്പറമ്പിൽ, പ്രസാദ് ചേർത്തേടത്ത് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല അഭിലാഷമായ മിനി ഹാർബറിന് ചിറകുമുളയ്ക്കുന്നു. ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഇടം നേടിയതോടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കയ്പമംഗലം ഫിഷ് ലാൻഡിംഗ് സെന്റർ മിനി ഫിഷിംഗ് ഹാർബറായി ഉയർത്തുന്നതിനുള്ള അന്വേഷണ പ്രവൃത്തികൾക്ക് വേണ്ടി 2013 62 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതനുസരിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതാണ്. ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനും മോഡൽ സ്റ്റഡി നടത്തുന്നതിനും പൂനെ CWPRSന് ചുമതലപ്പെടുത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ മുനമ്പം ഫിഷിംഗ് ഹാർബറിനും തൃശൂർ ജില്ലയിലെ ഹാർബറായ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിനും ചേറ്റുവ ഹാർബറിനുമിടയിൽ വരുന്ന പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് കൂരിക്കുഴി കമ്പനിക്കടവ്. വലപ്പാട് മുതൽ പടിഞ്ഞാറെ വെമ്പല്ലൂർ വരെയുള്ള നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന കടപ്പുറം കൂടിയാണ് ഇത്. കമ്പനിക്കടവിൽ മിനി ഹാർബർ എന്നത് മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല അഭിലാഷമാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയേറും. അതുവഴി പ്രസ്തുത പ്രദേശത്തിൻ്റെ സമഗ്രമായ പുരോഗതിയും സാധ്യമാകും. സ്വന്തം കടപ്പുറത്ത് നിന്ന് ഇൻബോർഡ് വള്ളങ്ങളും ബോട്ടുകളുമായി മത്സ്യബന്ധനത്തിറങ്ങുന്ന കാലം ഒട്ടും അകലെയല്ലെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് തൊഴിലാളികൾ. പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കമ്പനിക്കടവിൽ ആലോചനാ യോഗം ചേർന്നു. ET ടൈസൺ MLA യോഗത്തിൽ അധ്യക്ഷനായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, സിബിൻ പാമ്പാടി, PK സുകന്യ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗയ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതിന്റെ പ്രാഥമികമായി ഇപ്പോൾ സംസ്ഥാന ബജറ്റിൽ കയ്പമംഗലത്ത് പരിധി നോക്കിയാൽ കാണില്ല കേട്ടോ. താലൂക്കിന്റെ പേരാണ് ഇതിൽ അനുവദിക്കപ്പെടുക. അപ്പൊ അതുകൊണ്ട് പേര് കാണാൻ കൊടുങ്ങല്ലൂർ എന്നായിരിക്കും. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെയാണ് അതിൽ വരിക. താലൂക്കിന്റെ ഇതിലാണ് നമ്മുടെ ബജറ്റിൽ വന്നിരിക്കുന്ന പേര് അങ്ങനെയാണ്. അത് നമുക്ക് വരുമ്പോൾ ലാസ്റ്റ് ഇതിന് എന്ത് പേര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേര് തന്നെ വരുള്ളൂ. ഏത് നമ്മുടെ മേഖലയെ പ്രതിനിധീകരിച്ചുള്ള കയ്പമംഗലം മിനി ഹാർബർ തന്നെ വരുള്ളൂ. അത് പിന്നീട് പക്ഷെ അനുവദിക്കപ്പെടുന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഇതാണ് വരിക. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിലുള്ള സംഖ്യ കിട്ടും. ചിലപ്പോൾ വേറെ അപ്പുറത്തേക്ക് വല്ലതും പോകണോ, നബാർഡിന്റെ പോകണോ, വേറെ എന്തെങ്കിലും വേണോ, കേന്ദ്രത്തിനെ സംബന്ധിച്ചുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നീടാണ്. തളിക്കുളം SNVUP സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പും നടത്തി. സ്കൂൾ മാനേജർ EA സുഗതകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ തീരദേശത്തെ ഒരു വിദ്യാലയം എന്നുള്ള നിലയ്ക്ക് എല്ലാ വിദ്യാലയങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ
തളിക്കുളം SND-UP സ്കൂളിനും പ്രത്യേകമായ അല്ലെങ്കിൽ സവിശേഷമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പ്രധാനമായും ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ രക്ഷാകർത്താക്കളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട കൺസേൺ, ആശങ്ക കുട്ടികളെ നല്ല വിദ്യാലയത്തിലാക്കുക എന്നുള്ളതാണ്. പല സ്കൂളുകളിലും പോകും, സർക്കാർ സ്കൂളിൽ പോകും, എയ്ഡഡ് സ്കൂളിൽ പോകും, CBSE സ്കൂളുകളിൽ പോകും, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളെ അന്വേഷിച്ച് പോകും. അങ്ങനെ പല വിദ്യാലയങ്ങളിലും അന്വേഷണം നടത്താറുണ്ട് രക്ഷാകർത്താക്കൾ. 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ KG ക്ലാസ്സിലേക്ക് ചേരുമ്പോൾ ഒക്കെ അന്വേഷണം നടത്തിയിട്ടാണ് പോവുക. എന്താണ് ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയാം. എന്താണ് നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കെയർ ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വിദ്യ പകർന്നു കൊടുക്കുകയും അവരുടെ ശേഷികളും കുറവുകളും മനസ്സിലാക്കി പരിഹരിച്ച്. ഗ്രാമപഞ്ചായത്ത് അംഗം CK ഷിജി അധ്യക്ഷയായി. വിരമിക്കുന്നവർക്കുള്ള ഉപഹാരങ്ങൾ ശാന്തിനി സമ്മാനിച്ചു. ബ്ലൂമിംഗ് ബഡ്സ് പ്രിൻസിപ്പൽ ER അജിത, പ്രധാനാധ്യാപിക PB സജിത, KK സോഫി, PTA പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ, മാതൃസംഗമം പ്രസിഡന്റ് ഷാനിബ നൌഷീൽ, വിരമിക്കുന്ന അധ്യാപിക AS ബീന, ഓഫീസ് അറ്റൻഡന്റ് CP സുജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടത്തി. माझ्या वाईने किरिया पंच मिठाया, आमा पंच मिठाया, ओयो पंच मिठाया. माझ्या वाईने किरिया पंच मिठाया, आमा पंच मिठाया, ओयो पंच मिठाया. सोजावा पडत तुवा ओमडील सांजे, सुमा वाटमा इरकिरिय वाटर पाकिट मोंजे. कांच्या मला गटाला ना इरकिरेन कांचे. SNS സമാജം എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഏപ്രിൽ 6 നടക്കുന്ന ലക്ഷദീപ സമർപ്പണത്തിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങായ പ്രാർത്ഥിച്ചുവെക്കൽ ചടങ്ങ് നടന്നു. പാലക്കാട്, മണ്ണാർക്കാട്, കോട്ടപ്പുറം ഗോപിയാശാൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ട്രഷറർ രഞ്ജൻ ഇരുമത്തുരുത്തി, വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ലക്ഷദീപ സമർപ്പണ കമ്മിറ്റി കൺവീനർ രാമചന്ദ്രൻ ഏറാട്ട്, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ഷാജഹാൻ കാരയിൽ തെക്കൂട്ട്, സദാനന്ദൻ അരയമ്പറമ്പിൽ, അജിത് തറയിൽ, മഹാദേവൻ പാണപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം വെസ്റ്റ് LP സ്കൂളിൽ 100ാം വാർഷികാഘോഷത്തിൻ്റെ മുന്നോടിയായി കൊടുങ്ങല്ലൂർ ISM മെഡിക്കൽ എയ്ഡ് സെൻ്ററിൻ്റെ സഹകരണത്തോടെ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ചൈതന്യ K ജയൻ ക്യാമ്പിന് നേതൃത്വം നൽകി. ബഷീർ വൃക്കരോഗ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരിയിലെ വെള്ളാട്ടുത്സവത്തിന് ഞായറാഴ്ചയോടെ സമാപനം. യുവാവിനെ മർദ്ദിച്ച സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂരിക്കുഴി കമ്പനിക്കടവിൽ മിനി ഹാർബറിന് സാധ്യതയേറുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.